സയൻസ് ട്രസ്റ്റിൻ്റെ 9ാം വാർഷികവും അതോടനുബന്ധിച്ച് സാധാരണ നടത്താറുള്ള പ്രേമാനന്ദ് മെമ്മോറിയൽ ലെക്ചർ, 7ാമത്തെ പ്രേമാനന്ദ് മെമ്മോറിയൽ ലെക്ചർ, അതും കൂടെയാണ് ഇന്നത്തെ പരിപാടികൾ. അതിൽ ഈ സെഷൻ പ്രേമാനന്ദ് മെമ്മോറിയൽ ലെക്ചറിൻ്റെ ഭാഗമായിട്ടാണ്. അത് പ്രധാനമായിട്ടും ഇതിന് പങ്കെടുക്കാൻ വേണ്ടി വന്ന അതിഥികളെ സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. ആദ്യമായിട്ട് മെമ്മോറിയൽ ലെക്ചറായിട്ട് യൂണിഫോം സിവിൽ കോഡ് ആൻഡ് വിമൻ എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ സന്നിഹിതയായിരിക്കുന്ന ലീന ലാബിറു എന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഡോക്ടർ നരേന്ദ്ര നായിക്, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അഡ്വക്കേറ്റ് AV അൻവർ, പ്രൊഫസർ രവിചന്ദ്രൻ, പിന്നെ ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്ന ഡോക്ടർ C വിശ്വനാഥൻ എന്നീ മഹൽ വ്യക്തികളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മറ്റുള്ള എല്ലാ സുഹൃത്തുക്കളെയും, ഇതിൽ പങ്കെടുക്കാൻ വന്ന മറ്റെല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. പൊതു സിവിൽ നിയമവും ഇന്ത്യൻ സമൂഹവും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു സെമിനാറാണ് എടുത്തത്. ചില ആമുഖ ഉപക്രമമായി ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. പൊതു സിവിൽ നിയമവും ഇന്ത്യൻ സമൂഹവും എന്ന ഒരു വിഷയം വാസ്തവത്തിൽ വലിയൊരു ചരിത്രം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരു പൊതു ക്രിമിനൽ നിയമം പോലും ഇല്ലാതിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടേത് എന്ന് പണ്ട്. രാജസ്ഥാൻ ഹൈക്കോടതിൻ്റെ മുന്നിൽ ഉള്ള ഒരു മനു പ്രതിമ ഇപ്പോൾ വലിയൊരു കോൺട്രവേഴ്സിയാണ്. എങ്കിലും നമ്മുടെ പുരാതനമായ നിയമ കർത്താവ് മനുവാണ് എന്ന ധാരണ എനിക്ക് തോന്നുന്നത് വളരെ വ്യാപകമായി ഉണ്ട്. അത് വാസ്തവത്തിൽ യഥാർത്ഥമായും അങ്ങനെ ആയിരുന്നു താനും. ആ പുരാതന നിയമം അനുസരിച്ച് ബ്രാഹ്മണന് വധശിക്ഷയില്ല, പകരം തല വടിച്ചാൽ മതി എന്നാണ് വെച്ചിരിക്കുന്നത്. മറ്റ് ജാതികൾക്ക് തല വെട്ടാം. ഈ ഒരു പൊതു ക്രിമിനൽ നിയമം പോലും ഇല്ലാതിരുന്ന ഒരു രാജ്യത്താണ് മക്കാളെ വരുന്നതും ഒരു പൊതു ക്രിമിനൽ നിയമം ഉണ്ടാക്കുന്നതും ഒരു 100 വർഷത്തിന് മുമ്പേ. എന്നും ഈ പുരാതനമായ നമ്മുടെ പാരമ്പര്യ സമൂഹവും ജ്ഞാനോദയാനന്തര സമൂഹത്തിൻ്റെ പുതിയ ധാർമ്മിക വീക്ഷണങ്ങളും തമ്മിലുള്ള ഈ സംഘർഷം പൊതു ക്രിമിനൽ നിയമം തൊട്ട് പൊതു സിവിൽ നിയമം വരെ തുടരുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഈ അടുത്ത് വന്ന മാധ്യമ ആഴ്ചപ്പതിപ്പിൽ ഈ വിഷയം ചർച്ച ചെയ്ത് ഒരു ലേഖനം കാണാം, വേറിട്ട് കേൾക്കാൻ ശ്രമിക്കുക മുസ്ലിം സ്ത്രീയുടെ ശബ്ദങ്ങൾ. അതിനകത്ത് അവർ പറയുന്നത് മതം കൃത്യമായി പിന്തുടരുകയും മതചര്യകൾ പാലിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം നൽകിയായിരിക്കണം പരിഷ്കരണം നടപ്പാക്കേണ്ടതെന്നാണ്. അംബേദ്കർ ഇവിടെ പാർലമെന്റിൽ നടന്ന ഒരു ചർച്ചയിൽ പറയുന്നുണ്ട്, ഐ പേഴ്സണലി ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് why religion should be given this vast expansive jurisdiction so as to cover the whole of life and to prevent the legislature from encroaching upon the field എന്ന് പറയും. മതം ഇങ്ങനെ ഒരു വലിയ കുടയായി എല്ലാ ജീവിത വ്യവഹാരങ്ങൾക്കും മേൽ വിടർന്നു നിൽക്കുന്ന ഒരു ആൽമരമായി നിൽക്കുന്ന ഒരു പരമ്പരാഗത സമൂഹത്തിൻ്റെ രീതിയിൽ നിന്ന്, അതിൻ്റെ നിയമവ്യവസ്ഥയിൽ നിന്ന് ഒരു പരമ്പരാനന്തര സമൂഹം തീർച്ചയായും മോചിതമാകേണ്ടതുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. വലിയ പ്രക്ഷോഭങ്ങൾ, വലിയ തർക്കങ്ങൾ ഹിന്ദു കോഡ് ബില്ല് അവതരിപ്പിച്ചപ്പോൾ തന്നെ പാർലമെന്റ് ഉണ്ടായിട്ടുണ്ട്. നെഹ്റുവും അംബേദ്കറും ഒരു സൈഡിലും ബാക്കി മിക്കവാറും ഈ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന എല്ലാവരും മറ്റൊരു വശത്തും എന്ന നിലയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും ഒരവസരത്തിൽ രാമനും സീതയും തമ്മിലുള്ള ബന്ധം, രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്നിങ്ങനെ ചില അരുചികരമായ പരാമർശങ്ങൾ അംബേദ്കർ നടത്തുകയും തിരിച്ച് അംബേദ്കർ ഒരു ബ്രാഹ്മണ സ്ത്രീയെ കല്യാണം കഴിച്ചത് ന്യായീകരിക്കാനാണ് ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവരുന്നതെന്ന് തിരിച്ചാരോപിക്കുകയും ഒക്കെ ചെയ്ത
വലിയ എന്താ പറയുക ശബ്ദായമാനമായ ചർച്ചകൾ നടക്കുകയും ഈ ഹിന്ദു കോഡ് ബില്ല് നടപ്പാക്കാൻ വേണ്ടത്ര നെഹ്റു സഹകരിച്ചില്ല എന്ന ഒരു പരാതിയുടെ പുറത്താണ് അംബേദ്കർ രാജിവെക്കുക പോലും ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാം കലുഷിതമായ ഒരുപാട് ചരിത്രങ്ങളുള്ള ഈ പൊതു സിവിൽ കോഡ് ഇന്ത്യൻ സമൂഹത്തിന് വരുത്തുന്ന പൊതു സിവിൽ കോഡും ഇന്ത്യൻ സമൂഹവും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തെക്കുറിച്ച് നല്ലൊരു ചർച്ച നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ അതിഥിയായി അഡ്വക്കേറ്റ് അൻവർ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റ് രണ്ട് ആൾക്കാരും നരേന്ദ്ര നായിക് സായാലും പ്രൊഫസർ രവീന്ദ്രനായാലും നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. ആദ്യമായി ഡോക്ടർ നരേന്ദ്ര നായിക്കിനെ വിളിക്കുന്നു. പ്രൊഫസർ നായിക്, പ്ലീസ്. I am very glad that I have been asked to present my point of view about the Uniform Civil Code. And I shall take not too much of time, maybe 10 minutes, to put forward certain points that we have discovered and seen which are causing inequalities. We are talking about a uniform civil code. We have uniform criminal laws, right? Public nudity. We have got, what is this, public decency, acting as indecent in public if you go removing all your clothes. But there are Jain Munis walking around naked all around the country, and this act is not applicable to them. That means they are kept out of the purview of the criminal laws. I am just giving you one single example here. You just think about it. We are saying criminal laws are applied to everybody. Why not apply to Jains? Causing physical hurt, particularly to minor children, is again a criminal offence. Here you have children being put trisul from here to here. No criminal cases. We take people, put the hook and hang them. No criminal case. During Muharram time, they cut the faces of these small children. No criminal case. Just think of it. When you are saying laws are applicable to everybody, whoever, however high and mighty you are not above the law. Think of these laws. Why they are not applied to these people? Again, playing loudspeakers, making noise after 10 p.m. has been specifically banned by the Supreme Court. But for certain religious festivals, there is exemption. So in a country like this, you are going to bring about a uniform civil code. Fine. I'm all for it. Because I am for a humanitarian, humanitarian as well as humanist uniform civil code. I am not for a Manuvadi civil code. Please remember that. Those who are talking about a uniform civil code, are they going to say anything about the Hindu undivided family? Because many businesses are run as HUFs because of the tax exemptions and everything thereof. Is this bill going to abolish the Hindu undivided family? I do not know. I do not think there is any proposal. You are going to tackle the marriage laws of a particular community, that's fine. No problem. But last week I remember seeing on the net a family of, I think it was in Aizwal in Mizoram, where there are 200 and odd members of the family. There is an old man of 65 years who has got 10 wives and 200 members in the family. What are you going to do with a uniform civil code for a community like that? Are you going to impose it on them? Will they tolerate it? Will they allow it? By all rights, laws should be applicable to everybody. Are you going to bring the tribals, allow them to continue their customs, or are you going to impose a Manuvadi
civil code on them. And the opposition to this will come from the Hindu community itself. Because I remember one rationalist friend of mine telling me, I think it was in 1925 or so, when the age of marriage for Hindu girls was raised. The biggest protest was there from the orthodox upper caste Brahminical families, saying that that should not happen. What about sati? What about the Devdasi system, which is sanctioned by religion? In parts of Karnataka and Andhra Pradesh, they say this girl is Devadasi, servant of God. It is not servant of God. It is servant of anybody who pays. It is another name for prostitution. Are you going to remove it through a uniform civil code? These are some of the questions which come before us. Going back to an example, in Turkey, Kemal Ataturk brought about a sort of uniform civil code. He banned the triple talaq. And just 2 days before banning the triple talaq, he divorced his wife by triple talaq. Just see that. So it is not valid from day after tomorrow. I divorce my wife through triple talaq today and say from day after tomorrow it is not applicable in this country. So that is what they said he did. And today we see Turkey going back to the same old Islamist laws. And it is going back to fundamentalism. Again we are told the Portuguese had a very good civil code in Goa, which is applicable to all citizens of Goa regardless of their religion. If you are buying a property, if a married man purchases the property, it will be registered jointly in his and his wife's name. But that civil code also says that if a male child is not born to the wife, I think some 5 years or something are there. Yeah? Yeah, within 30 years. He can take a second marriage. So what are you going to do with the civil code, which is something like the laws in Goa? So these are all the things that we have to see. Again, coming back to the Hindu religious customs, when you register a marriage under the Hindu Marriage Act, the process of registration is only a matter of record that such and such a ceremony has occurred in between the two people. It can be according to the customs of the man, it can be according to the customs of the woman. The registration under the Hindu Marriages Act is a record that such a ceremony has happened. If that ceremony is invalid, the record is also invalid. So there are many anomalies and abnormalities all over this country. For example, under the Special Marriages Act, first cousins cannot marry, whether it's on your maternal side or paternal side. But there are customs, for example, in the community where I was born, you can marry your uncle's daughter, your mother's brother's daughter. In certain communities in Tamil Nadu and interior Karnataka, an uncle can marry his niece. A man marries his sister's daughter, who's almost his daughter. And that is a very much permitted thing. Is a uniform civil code going to make all these out? This is a thing which we have to see, which is a matter for thinking, debate, whether this government which is talking about uniform civil code, whether it has got the courage to remove all these practices. Marriage between first cousins from a scientific point of view is equally bad whether it occurs on the maternal side or whether it occurs on the paternal side. In fact, if it occurs on the maternal side, there is a little bit more problem because the mitochondrial DNA is the same between the husband and the
wife. So, I am putting these points forward just for you to think about. When you talk about a uniform civil code, is it going to be a humanist civil code, or is it going to be a Manuvadi civil code, or is it going to be a Brahminical civil code, or is it going to be a patriarchal civil code? If you are going to have a humanist civil code with equal rights to everybody, then it would be fine. But in order to accommodate the majority community and their so-called customary beliefs, I am sure that only some communities will be targeted and not others. So with this few points which I have thought about, which I have been ruminating about, you say grave injustice is being done to Muslim women. If a man marries 4 times, has 4 wives, is it the concern of you people? Because if one Muslim man marries 4 times, he is depriving 3 Muslim men of a wife each. Because at the time of birth, the gender ratio is roughly 1:1. If you have 50 Muslim men and 50 Muslim women, if 10 of them marry 4 people each, 40 women gone. For the rest of the 40, only 10 women are left to marry. Just think of this mathematics before I stop. So, this debate has to go on. A good debate has to go on. Do not target any particular community or their particular usage, but have a humanist civil code in which all people are equal, all people have equal rights, and everybody is treated equally. So thank you very much for listening to me. Thank you, sir. Advocate Anwar, please. സ്നേഹാദരണീയരായ സഹോദരി സഹോദരങ്ങളെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഏകീകൃത സിവിൽ കോഡും ഇന്ത്യൻ സമൂഹവുമെന്ന ഈ ചർച്ചയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് ഞാനിവിടെ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത്. ഡോക്ടർ പ്രേമാനന്ദ് അനുസ്മരണ പ്രഭാഷണം നടത്തിക്കൊണ്ട് ലീന ഡാബിറു പറഞ്ഞ് അവസാനിച്ചെടുത്ത് ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമെന്നുള്ള നിലയിൽ ഏകീകൃത സിവിൽ കോഡ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ സങ്കീർണതകളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ മാർഗനിർദ്ദേശക തത്വത്തിൻ്റെ ചർച്ചയിൽ വിവിധ സമുദായ നേതാക്കന്മാർ ആ അസംബ്ലിയിൽ തങ്ങളുടേതായിട്ടുള്ള ആശങ്കകൾ പങ്കുവച്ചപ്പോൾ അധ്യക്ഷനായിരുന്ന അംബേദ്കർ പറഞ്ഞതുപോലെ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് താൽക്കാലികമായി ഇപ്പോൾ നടപ്പിലാക്കപ്പെടാനുള്ളതല്ല, മറിച്ച് അതൊരു പരാമർശമാണ്. രാഷ്ട്രം നിയമനിർമ്മാണം നടത്തുന്ന വേളയിൽ ഈ തത്വം പാലിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അത് തീർച്ചയായും ഒരു ഭ്രാന്തൻ സർക്കാർ ആയിരിക്കുമെന്നുള്ളതാണ്. ഇത്തരത്തിൽ അംബേദ്കർ പറഞ്ഞു വെച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ എനിക്ക് മുൻപാകെ സംസാരിച്ചിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സമൂഹത്തെ കൃത്യമായി അറിഞ്ഞതുകൊണ്ടാണ്. കാരണം വ്യക്തി നിയമങ്ങൾ മതാധിഷ്ഠിതമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ മതാധിഷ്ഠിതമാണ് എന്നതിനേക്കാൾ ഏറെ അത് ജാതിയിൽ അധിഷ്ഠിതമാണ്. ഹിന്ദുമതത്തിൽ തന്നെ അത് ജാതികളുടെ ഒരു ക്രോഡീകരണമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ യു പിയിലുള്ള നിയമങ്ങളെ പറ്റി പറഞ്ഞു. ആ നിയമങ്ങളെല്ലാം ദക്ഷിണേന്ത്യയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്നത്. ദക്ഷിണേന്ത്യയിൽ തന്നെ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് വിവിധ ഹിന്ദുമതത്തിൻ്റെ അകത്തുള്ള വിവിധ
വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ആചാരാനുഷ്ഠാനങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഏകീകൃത നിയമം എന്നുള്ള സംവിധാനത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ പ്രായോഗികതയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഭരണഘടനയുടെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംബേദ്കർ പറഞ്ഞു വെച്ചത്. ഇവിടെ ഇന്ന് നമ്മുടെ മുൻപിൽ ഇതിന്റെ സംഘാടകർ പോലും ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുവരാനുണ്ടായ സാഹചര്യം ഉണ്ടായത് കല്യാണി എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റ് സരള മുദ്ഗൽ എന്ന് പറയുന്നവർ കൊടുത്തിരിക്കുന്ന ഒരു ഹർജിയിന്മേലാണ്. ആ ഹർജിക്ക് നിദാനമായിട്ടുള്ളത് ഒരു ഹിന്ദു യുവാവ് തന്റെ ഭാര്യ നിലനിൽക്കെ തന്നെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും രണ്ടാം വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിന് നിയമസാധുത കിട്ടുന്നതിന് വേണ്ടി അയാളും അയാളുടെ ഭാര്യയും മുസ്ലിം മതത്തിലേക്ക് മാറുകയും ചെയ്തു. സ്വാഭാവികമായും മുസ്ലിം മതാചാര പ്രകാരം ബഹുഭാര്യത്വം അംഗീകൃതമാണെന്നുള്ളത് കൊണ്ട് തന്റെ രണ്ടാം വിവാഹത്തിന് അംഗീകാരം ലഭിക്കും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്രകാരം ചെയ്യുകയുണ്ടായത്. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ കൃത്യമായി ആദ്യത്തെ വിവാഹം തീർച്ചയായും അത് നിലനിൽക്കുന്നതാണെന്നും അതുകൊണ്ട് തന്നെ ഭാര്യ എന്നുള്ള നിലക്ക് ആദ്യ ഭാര്യയ്ക്ക് ലഭിക്കേണ്ടതായ എല്ലാ പരിഗണനയും അർഹതയും ഉണ്ട് എന്നും വ്യക്തമായി ആ വിധിയിലൂടെ പ്രസ്താവിക്കുകയുണ്ടായി. ആ വിധിയിൽ പറഞ്ഞത് പ്രകാരമാണ് ഇന്ന് ഒരു ലോ കമ്മീഷന്റെ റിപ്പോർട്ടിന്മേൽ ഒരു ക്വസ്റ്റ്യനെയർ രൂപത്തിൽ ഇന്ന് നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. നേരത്തെ ഇവിടെ തൊട്ടു മുൻപാകെ പ്രസംഗിച്ച പ്രഗത്ഭ വ്യക്തിത്വം പറഞ്ഞതുപോലെ എക്കാലത്തും രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി വളരെ സങ്കുചിതമായിക്കൊണ്ട് ഇവിടെയുള്ള വിവിധ തലങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഹിന്ദു സമൂഹത്തെ ക്രോഡീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പൊതുശത്രുവിനെ നിർത്തിക്കൊണ്ട് ആ പൊതുശത്രുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിനിടയിൽ ഒരു ഏകീകൃതം ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശത്തോടു കൂടി വളരെ കൃത്യമായി ഒരു പ്രത്യേക സമുദായത്തിന് നേരെ തിരിയുക എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് അത് ഇസ്ലാമിക വിരുദ്ധമല്ല, നേരെ മറിച്ച് അത് ദേശീയ വിരുദ്ധമാണ്. ദേശീയ വിരുദ്ധമാണെന്ന് പറയാനുള്ള കാരണം ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള പോലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സംവിധാനത്തിൽ അധിഷ്ഠിതമാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് അതിനെ മാറ്റിക്കൊണ്ടുപോവുക സാധ്യമല്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സരള മുദ്ഗലിന്റെ കേസിൽ വളരെ കൃത്യമായി സുപ്രീം കോടതിയുടെ അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതിനെ സൗകര്യപൂർവ്വം മറന്നിരിക്കുകയാണ്. അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ദ ഗവൺമെന്റ് മേ ഓൾസോ കൺസിഡർ feasibility of appointing a committee to enact the Conversion of Religion Act and Enactment of Religion Act. It was clearly stated by the Honorable Supreme Court. അതിനെ സൗകര്യപൂർവ്വം മറന്നുകൊണ്ട് ആ കാര്യത്തെ സൗകര്യപൂർവ്വം മറന്നുകൊണ്ട് ഇവിടെ ഒരു ലോ കമ്മീഷനെ നിശ്ചയിച്ച് കുറെ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കി മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു വലിയ പ്രതീതി ഉണ്ടാക്കുകയാണ്. ഇവിടെ ലീന ഡാബിർ പറഞ്ഞല്ലോ, ബഹുഭാര്യത്വം അംഗീകൃതമായിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെർസെന്റേജ് വൈസ് എടുക്കുന്ന സമയത്ത് 5.6% വരുന്നത്. അത് നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ 5.8% വരുന്നുണ്ട്. അപ്പൊ അവിടെ വിഷയം സതുദ്ദേശപരമല്ല എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് ബോധ്യമാവുന്നത്. മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞത് ബഹുഭാര്യത്വവും മുത്തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് മുത്തലാഖ് വിഷയത്തിൽ ഇന്ത്യൻ മുസ്ലിം വനിതകൾ പീഡിപ്പിക്കപ്പെടുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിവാഹമുണ്ട്. ദിലീപ് എന്ന് പറയുന്ന സിനിമാ നടൻ നേരത്തെ വിവാഹം ചെയ്തിരുന്ന മഞ്ജു വാര്യർ എന്ന് പറയുന്ന സിനിമാ നടിയെ ഉപേക്ഷിച്ച് പുതിയ വിവാഹം ഇന്നലെ ചെയ്തു. വളരെ പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ പ്രിയദർശൻ, അതേപോലെ മുൻപ് നടിയും അറിയപ്പെടുന്ന അവരുടെ ഭാര്യയായിരിക്കുന്ന പ്രിയദർശന്റെ ഭാര്യയെ അവരുപേക്ഷിച്ചു. കമൽഹാസൻ വാണി ഗണപതിയെ ഉപേക്ഷിച്ച് ശാരിക താക്കൂറിനെ ഉപേക്ഷിച്ച് ശേഷം ഗൗതമി വിവാഹം കഴിച്ചു, മൂന്നാമത്തെ വിവാഹം. അതിപ്പോൾ വിവാഹമോചനം നടത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ വിവാഹമോചനങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് ഇവിടെ ഏക സിവിൽ കോഡിന്റെ അഭാവം കൊണ്ടാണോ? ഏക സിവിൽ കോഡ് സംവിധാനത്തിന്റെ അഭാവം കൊണ്ടാണോ ഈ പറയുന്ന പൊതുകാര്യ പ്രശസ്തരായിരിക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾ, ഞാൻ പറഞ്ഞത് ഇവർക്കല്ല, ഇതെല്ലാം നമുക്ക് അറിയപ്പെടുന്ന ആളുകളായതുകൊണ്ട് ഉദാഹരണം പറഞ്ഞു മാത്രം. മുത്തലാഖ് എന്ന് പറയുന്നത് കേവലം
നമ്മൾ ഇംഗ്ലീഷിൽ ഡിവോഴ്സ് എന്ന് പറയുന്നതിന്റെ അറേബ്യൻ വാക്കാണെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ചില ആളുകളുടെ ധാരണയിൽ ശരീഅത്ത് എന്ന് പറയുന്ന സംവിധാനം മുസ്ലിങ്ങൾക്ക് യഥേഷ്ടം വിവാഹമോചനം നടത്തുവാനും അതുപോലെ തന്നെ സ്ത്രീകളെ വഴിയാധാരമാക്കുവാനുള്ള സംവിധാനമാണെന്നാണ്. അങ്ങനെയല്ല. ട്രിപ്പിൾ തലാഖ്, 3 പ്രാവശ്യം വിവാഹമോചനം, ഇസ്ലാമിക സംവിധാന പ്രകാരം വിവാഹമോചനം എന്നത് 3 പ്രാവശ്യം മൊഴി ചൊല്ലുക എന്നുള്ളതാണ്. ആ സംവിധാനം ഒറ്റയടിക്ക് 3 പ്രാവശ്യം ചൊല്ലുന്നത് അഭിഭാഗ്യമല്ല എന്ന് വളരെ കൃത്യമായി ശരീഅത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിവാഹമോചനം തന്നെ കൃത്യമായി വിശ്വാസ പ്രമാണങ്ങൾ പ്രകാരം പറഞ്ഞിട്ടുള്ളത് അഫ്ഖലുൽ ഹലാൽ എന്നാണ്. ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ടത് എന്നാണ്. അഫ്ഖലുൽ ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ടതിൽ ഏറ്റവും നീചമായത് എന്നാണ്. അനുവദിക്കപ്പെട്ടതിൽ ഏറ്റവും നീചമായതാണ് വിവാഹമോചനം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക പുരുഷൻ സ്ത്രീയെ വിവാഹമോചനം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രിപ്പിൾ തലാഖ് എന്ന് പറഞ്ഞ സംവിധാനത്തിൽ ഓരോന്നും ഓരോ ഘട്ടത്തിലാണ്. അല്ലാതെ 3 ചൊല്ലിട്ടായിട്ട് ഓടിപ്പോകല്ല. 1ാമത് തലാഖ് ചെല്ലുന്നതിന് മുൻപ്, തലാഖ് ചെല്ലുന്നതിനായിട്ട് ഒരുപാട് ഘട്ടങ്ങൾ വേറെയുണ്ട്. ആദ്യം പൊതുവായിട്ടുള്ള ഉപദേശമാണ്. ആ ഉപദേശങ്ങളിലൂടെ തെറ്റുകുറ്റങ്ങൾ എല്ലാം പുറത്ത് കൂട്ടായി ജീവിക്കുവാനുള്ള സംവിധാനം ഉണ്ടാവുകയും കാര്യങ്ങൾ വീണ്ടും ഒരു പുനർഗമനത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. അങ്ങനെയും ശരിയാവുന്നില്ല എങ്കിൽ പിന്നെ പറയുന്നത് കിടപ്പറ പങ്കിടുന്നത് ഒഴിവാക്കിക്കൊണ്ട് വേറിട്ട് കിടക്കുവാനാണ്. അതുമല്ലെങ്കിൽ 3ാമതായി പറയുന്നത് പൊതുകാര്യ പ്രസക്തരായിരിക്കുന്ന സമൂഹത്തിൽ മാന്യരായിരിക്കുന്ന ആളുകളുടെ ഒരു കുടുംബ കോടതിയുടെ മുൻപാകെ വിഷയങ്ങൾ അവതരിപ്പിക്കാനാണ്. ഇതെല്ലാം പരാജയപ്പെടുമ്പോൾ മാത്രമാണ് ത്വലാഖ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് കടക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. 1ാമത്തെ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ 3 മാസക്കാലം ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡ് എന്ന് പറയുന്നത് ആ 3 മാസക്കാലം ഈ മുസ്ലിം വനിത താമസിക്കേണ്ടത് ഈ പുരുഷന്റെ വീട്ടിൽ തന്നെയാണ്, ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ്. ആ ഭർത്താവ് 3 മാസത്തെ ചെലവ് വഹിക്കണം. അവർക്ക് അവിടെ താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. സന്താനങ്ങളുണ്ടെങ്കിൽ അവരെ പരിപാലിക്കുവാനും കാണുവാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. എന്തിനാ? ഈ കാലയളവിൽ എവിടെയെങ്കിലും തന്റെ ഈ പുരുഷനുമായി വീണ്ടും വിവാഹബന്ധം വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ പുരുഷൻ വാക്കാലെ തന്നെ നിന്നെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ആ സംവിധാനമാണ്. അതേപോലെ പുരുഷൻ തോന്നുകയാണെങ്കിലും പുരുഷന് ഈ സ്ത്രീയെ വീണ്ടും ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ അത് തിരിച്ചെടുക്കാനുള്ള സന്ദർഭത്തിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ ശരീഅത്ത് സംവിധാന പ്രകാരം പുരുഷന് മാത്രമല്ല ത്വലാഖ് ചെല്ലൽ, തിരിച്ച് പുരുഷന്റെ ഭാഗത്തു നിന്നും കാണുന്ന വളരെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പുരുഷനെ ഉപേക്ഷിക്കാൻ പുരുഷനിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെടുന്ന ഘട്ടങ്ങളിൽ അത് ഖുൽ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. നേരത്തെ ലീന ടാബിർ പറഞ്ഞല്ലോ ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള നിയമങ്ങളിൽ ഒന്നാണെന്ന് മുസ്ലിം പേഴ്സണൽ ലോയില്. കാരണം സ്ത്രീക്കും വിവാഹമോചനം ആവശ്യപ്പെടാം. അതിന് പറയുന്ന പേര് ഖുൽ എന്നാണ്. ഖുൽഇന്റെ ഒരു പ്രത്യേകത, പുരുഷൻ സാധാരണഗതിയിൽ സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ മഹർ നൽകണം. ഇസ്ലാമിക വിശ്വാസപ്രകാരം കൺസിഡറേഷൻ. ആ മഹറിന്റെ 10 ഇരട്ടി തിരിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ അത് വേണ്ടതില്ല എന്നതാണ് സുന്നത്ത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ഖുർആനിനും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ജീവിതചര്യയുമാണ്. ആ ജീവിതചര്യയാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ആ സുന്നത്ത് പ്രകാരം ഖുൽഇ ചെയ്യുന്ന ആള്, അതായത് സ്ത്രീ ഖുൽഇ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും കിട്ടിയിട്ടുള്ള മഹറിന്റെ 10 ഇരട്ടി തിരിച്ചു കൊടുക്കണമെന്നില്ല. കിട്ടിയത് എന്താണോ അത് തിരിച്ചു കൊടുത്താൽ മതി. വിവാഹവേളയിൽ തനിക്ക് ലഭിച്ചത് 1 പവൻ സ്വർണമാണെങ്കിൽ ഖുൽഇ ചെയ്യുന്ന സ്ത്രീ ആ 1 പവൻ സ്വർണം തിരിച്ച് ആർക്ക് നൽകേണ്ടതുണ്ട്? ഈ പറയുന്ന പുരുഷൻ നൽകേണ്ടതുണ്ട്. ഞാനിവിടെ പറഞ്ഞു വന്നത്, ഇപ്പൊ ഏക സിവിൽ കോഡിന് ഇവിടെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയാണ് മൊത്തമായി എതിര് നിൽക്കുന്നത് എന്ന ഒരു ധാരണയാണ് വരുത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി അല്ല ഈ യൂണിഫോം കോഡ്, ഏകീകൃത സിവിൽ കോഡിന് തടസ്സം നിൽക്കുന്നത്. അത് പറയുന്ന ആളുകൾക്ക് തന്നെ കൃത്യമായി അറിയാം ഇന്ത്യ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് എന്നുള്ളത് വളരെ അപ്രാപ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നാഗാലാൻഡ്, മിസോറാം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന 372G പ്രകാരം നാഗന്മാർക്കും അതുപോലെ തന്നെയുള്ള ഗോത്രക്കാർക്കും അവരുടെ മത, സാമൂഹ്യ, സിവിൽ നിയമങ്ങൾ പ്രത്യേകമായി പാലിക്കാൻ അവകാശമുണ്ട്. അതിൽ ഒരു പാർലമെന്റിന്റെ ഒരു തരത്തിലുള്ള ആക്ട് കൊണ്ടും അതിൽ യാതൊരു മാറ്റം വരുത്താൻ സാധ്യമല്ല എന്ന് കൃത്യമായി തന്നെ അവിടെ നിർവഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് പറയുന്ന ആൾക്ക് തന്നെ ബോധ്യമാണ് കാര്യം. പിന്നെയും ഇത് എടുത്തിടുന്നത് ഇപ്പോഴത്തെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. വേറെ ഒന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ അവിടെ മുസ്ലിങ്ങളാദി പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകളുടെ വോട്ട് കിട്ടണം. അതിനുവേണ്ടി മുത്തലാഖിന്റെ വിഷയം പറഞ്ഞ് ഇവിടെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്ന് ഇവിടെയുള്ള മുഴുവൻ സ്ത്രീകളെയും രക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നൊരു വലിയ തെറ്റായ ധാരണയുണ്ടാക്കുക എന്ന ഒരു
തെരഞ്ഞെടുപ്പ് തന്ത്രം അതിന്റെ പിന്നിലുണ്ട്. മാത്രവുമല്ല, ഇവിടെ കൃത്യമായി ഈ ഏകീകൃത സിവിൽ കോഡിന്റെ വിഷയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഏത് മതത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മതങ്ങളുടെ ഉള്ളിൽ തന്നെ ഹിന്ദുമതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ഒരുപാട് ജാതികളുടെ ക്രോഡീകരണമാണ്. ആ ജാതികളിലെല്ലാം തന്നെ അനുഷ്ഠാചാരണങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അതിൽ ഏത് തരത്തിലുള്ള ആചാരങ്ങൾ നിലനിൽക്കുമെന്നുള്ളത് തന്നെ ഒരു പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ ഇവിടെ ഗോവയിലെ സിവിൽ നിയമത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഗോവയിൽ നടക്കുന്നത് എന്താ? ഗോവയിലെ ഈ ഏകീകൃത സിവിൽ നിയമം ഉണ്ടാവാനുള്ള കാരണം അന്ന് ഗോവ ഇന്ത്യ രാജ്യത്തിന്റെ കൂടെ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡായിരുന്നു നിലവിലുള്ള സിവിൽ നിയമം പാലിക്കപ്പെടാൻ അംഗീകാരം നൽകണമെന്നുള്ളത്. നാഗാലാൻഡുകാർക്ക്, മിസോറാമുകാർക്ക് 372G പ്രകാരം അംഗീകാരം കൊടുത്തതുപോലെ ഗോവയിൽ കൊടുത്തതാണ്. അതിന്റെ ദുരിതഫലം എന്താ? ഗോവൻ ഭാഗത്തുള്ള മുസ്ലിങ്ങൾക്ക് വിവാഹം ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോംബെയിലേക്ക് പോകണം. അതിന് മറ്റൊരു ദൂഷ്യഫലം പറഞ്ഞല്ലോ, വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 30 വർഷത്തോളം സന്താനങ്ങളില്ലാതെ വന്നാൽ ആ സ്ത്രീകൾക്ക് അവരെ വിവാഹമോചനം ചെയ്ത് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ അംഗീകാരം നൽകുന്നുണ്ട്. സന്താനങ്ങളില്ലാത്തത് ആ സ്ത്രീയുടെ കുറ്റമാണോ? അല്ല. അപ്പൊ അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഈ പറയുന്ന ഏകീകൃതമായ സിവിൽ കോഡുള്ള ഗോവയിലും പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഒരു ഏകീകൃത സിവിൽ കോഡ് വരുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നങ്ങളും മാറുന്നില്ല. മറിച്ച് ഇവിടെ വേണ്ടത് എല്ലാ സമുദായങ്ങളുടെയും എല്ലാ വിശ്വാസങ്ങളുടെയും സ്വത്വത്തെ അംഗീകരിച്ചുകൊണ്ട് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് പോലെ എല്ലാത്തിലുള്ള വൈവിധ്യങ്ങൾ, ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നിയമങ്ങളിൽ അധിഷ്ഠിതമായ ഏകീകരണമല്ല, മറിച്ച് ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു ഏകീകരണമാണ് ഈ രാജ്യത്തിന് വേണ്ടത്. മൊറാലിറ്റിയിൽ അധിഷ്ഠിതമായ ഒരു ഏകീകരണമാണ് വേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് സവിനയം ഈ പ്രബുദ്ധമായ സദസ്സിന് മുൻപാകെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചടങ്ങിലേക്ക് ക്ഷണിച്ചതിൽ വളരെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. കുറേയധികം വാദങ്ങൾ ഇവിടെ നമ്മൾ കേൾക്കണ്ടായി. എനിക്ക് പൊതുവിലൊരു നിരാശയാണ് തോന്നിയത്. ഐ ആം ബിറ്റ് ഡിസപ്പോയിന്റഡ്. കാരണം ഏകീകൃത സിവിൽ കോഡ് എന്നുള്ള ആശയം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയ പരിസരമുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഇവിടെ ശ്രമം ഉണ്ടായില്ല എന്നുള്ള ഒരു ആശങ്കയാണ് ഞാൻ ആദ്യം പ്രകടിപ്പിക്കുന്നത്. ആദ്യമായി വിഷയം അവതരിപ്പിച്ച മാഡം ലീന, അവർ പറഞ്ഞ 1-2 കാര്യങ്ങളോട് എൻ്റേതായ ഒരു പ്രതികരണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ 44 പ്രകാരം ഒരു ക്ഷേമരാഷ്ട്രം, ജനാധിപത്യ രാഷ്ട്രം നടപ്പാക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിവിൽ നിയമ സംഹിതയാണ്. 2 തരം നിയമങ്ങളുണ്ട്. ക്രൈം നിയമങ്ങൾ, അതായത് ക്രിമിനൽ നിയമങ്ങളും സിവിൽ നിയമങ്ങളും. വസ്തുത ഇതാണ്, ഈ രാജ്യത്തെ 90% സിവിൽ നിയമങ്ങളും 100% ക്രിമിനൽ നിയമങ്ങളും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും, വെദർ ഹി ബിലോങ്സ് ടു നാഗാലാൻഡ് ഓർ ഗോവ ഓർ ടു ഡൽഹി ഓർ എനി പാർട്സ് ഓഫ് ദ കൺട്രി, ഈസ് സിമിലർ ആൻഡ് സെയിം. ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. അതിൽ സ്ത്രീധന നിരോധന നിയമം അതിൽ വരുന്നതാണ്. വിവാഹ പ്രായം സംബന്ധിച്ചിട്ടുള്ള നിയമം അതിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളിലേക്ക് ബാലവേല, അതുപോലെ ഒരുപാട് നിയമങ്ങൾ, 90, ഓൾമോസ്റ്റ് 90%. സോ ഈ 90% നിയമങ്ങളിലും ഈ വൈവിധ്യം, ഈ വ്യത്യസ്തത, പ്രാദേശികമായിട്ടുള്ള വ്യതിയാനങ്ങൾ, ഇതൊന്നും പ്രശ്നമല്ല എന്ന് നമ്മൾ കാണുന്നു. നോ പ്രോബ്ലം. എന്നാൽ ക്രിമിനൽ നിയമങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ പല മതങ്ങളും ജാതികളും ഉണ്ട്. അവർക്ക് ആർക്കും തന്നെ ഇന്ത്യയുടെ CRPC ഫോളോ ചെയ്യുന്നതിൽ ഇന്നേ വരെ പ്രശ്നമുള്ളതായിട്ടും കാണുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു പറഞ്ഞു, ഒരു മതത്തിനെതിരെയുള്ള ഒരു കൊലവിളിയാണ് ഇത്. ഇത് പറയാൻ കാരണം എന്തായിരിക്കും? നമ്മളൊരാശയം മുന്നോട്ട് നോക്കുമ്പോൾ അതിനെ ആരാണ് ഏറ്റവും അധികം പ്രതിരോധിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി കൊണ്ടുവന്ന ഒരു സാധനമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഇതിന് വേരുകൾ ഒരുപാട് ആഴത്തിലുള്ളതാണ്. ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ തുടങ്ങുന്ന കാര്യങ്ങളാണ്. കോൺഗ്രസ് ഗവൺമെന്റുകൾ, BJPക്ക് ഭരണം കിട്ടിയ അടുത്തിടെയാണ്. BJPക്ക് 2 അംഗങ്ങൾ മാത്രം പാർലമെന്റിൽ ഉള്ളപ്പോഴും രാജ്യം വളരെ സജീവമായി ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയാണ് ഏകീകൃത സിവിൽ കോഡ്. നിങ്ങൾക്കറിയാം ഷബാനു ബീഗത്തിന്റെ കേസ്. അവര് 1938 അവരെ വിവാഹം ചെയ്തത്. 14 വർഷം ഭർത്താവ് ഒത്തു കഴിഞ്ഞു. 14 വർഷമായപ്പോൾ അവരുടെ ഭർത്താവ് കുറെ കൂടെ പ്രായം കുറഞ്ഞ വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു.
2 ഭാര്യമാരുമായി പിന്നീട് 32 വയസ്സുകൂടി വർഷം കൂടി അവർ കഴിയുന്നുണ്ട്. 1978 ഷബാനുവിനെ ഭർത്താവായിട്ടുള്ള അഡ്വക്കേറ്റ് പുറത്താക്കാണ്, വീടിന് പുറത്താക്കാണ്. അവർക്ക് 5 കുട്ടികൾ അന്നേരമുണ്ട്. 200 രൂപ മാസം ജീവനാംശം കൊടുക്കാമെന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുറത്താക്കൽ. പക്ഷെ അത് കൊടുക്കുന്നില്ല. 500 രൂപ തനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് ഇൻഡോറിലെ പ്രാദേശിക കോടതിയിൽ ഷബാനു കേസ് ഫയൽ ചെയ്യുന്നു. 25 രൂപ കൊടുക്കാമെന്ന് കോടതി വിധി പ്രഖ്യാപിക്കുന്നു. അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് മധ്യപ്രദേശ് ഹൈക്കോടതിയിലേക്ക് ഷബാനു പോകുന്നു. അവിടെ 179 രൂപ കൊടുക്കണം എന്നുള്ള വിധി വരുന്നു. അപ്പോഴേക്കും ഇവരുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി ഇവരെ മൊഴി ചൊല്ലുകയാണ്. മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ ഇദ്ദ അനുഷ്ഠിക്കുക, അതായത് 3 മെൻസസ് പീരീഡ് കാലഘട്ടത്തിലേക്ക് മാത്രം, അത് ഒരു പഴയ ഗോത്രീയമായ ഒരു ആചാരമാണ്. മറ്റൊരാളുടെ ഒന്നും തന്നെ ആ സ്ത്രീയിൽ ബാക്കിയില്ല എന്ന് തെളിയിക്കാനായിട്ടുള്ള പഴയ ഒരു ഗോത്രീയ ബുദ്ധിയിൽ നിന്നാണ് ഇദ്ദ എന്നുള്ള ആചാരം വന്നത്. ആ കാലഘട്ടത്തേക്ക് മാത്രം ജീവനാംശം കൊടുത്താൽ മതി എന്നുള്ള ഒരു നിയമം ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ മൊഴി ചൊല്ലി കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് ഒന്നും കൊടുക്കാൻ ബാധ്യതയില്ല. ഈ 179 രൂപ കിട്ടിയത് അംഗീകരിക്കാതെ ഷബാനു സുപ്രീം കോടതിയിൽ പോകുന്നു. സുപ്രീം കോടതിയിൽ പോയി 7 വർഷം കേസ്, ആ നിർധനയായിട്ടുള്ള 5 കുട്ടികളുടെ മാതാവായിട്ടുള്ള 69 വയസ്സ് പ്രായമുള്ള ആ സ്ത്രീ ഐതിഹാസികമായ ഒരു സമരം നടത്തി കേസ് വിജയിക്കുന്നു. ആ കേസ് വിജയിക്കാനായിട്ട് ഇന്ത്യയിലെ ക്രിമിനൽ പ്രൊസീജിയറിലെ 125 എന്ന് പറയുന്ന നിയമമാണ് ഉപയോഗിക്കപ്പെട്ടത്, അല്ലാതെ സിവിൽ നിയമമല്ല. അതായത് വിവാഹമോചനം നേടിയ നിരാലംബയായിട്ടുള്ള സ്ത്രീക്ക് ജീവനാംശം കിട്ടാനുള്ള അവകാശമുണ്ടെന്ന് ഇന്ത്യയുടെ പരമോന്നത കോടതി വിധിക്കുകയാണ്. പക്ഷേ ആ വിധിക്കെതിരെ അന്ന് ആരാണ് സംഘർഷം ഉണ്ടാക്കിയതെന്നൊക്കെ നമുക്കറിയാം. അതെങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഏതാണ്ട് 404 MP-മാരുടെ പിന്തുണയോടെ രാജ്യം ഭരിച്ച രാജീവ് ഗാന്ധി ഈ സുപ്രീം കോടതി വിധിയെ അസ്ഥിരപ്പെടുത്തുന്ന മാതിരി, അതിന്റെ മുഖത്ത് നോക്കി പരിഹസിക്കുന്ന മാതിരി ഒരു നിയമം കൊണ്ടുവരുന്നു. മുസ്ലിം സ്ത്രീകളെ വിവാഹമോചനം നടത്തി കഴിഞ്ഞാൽ 3 മാസത്തേക്ക് മാത്രം അവർക്ക് ജീവനാംശം കൊടുക്കാനുള്ള ബാധ്യതയെ ഭർത്താവിനുള്ളൂ എന്ന്. അതായത് കോടതി പോലും പറഞ്ഞിട്ട്. അതാണ് അതിന്റെ ഒരു ചരിത്രം. കോൺഗ്രസ് ആണെന്ന് അന്ന് രാജ്യം ഭരിക്കുന്നത്. സെക്കുലറിസത്തിന്റെയൊക്കെ മകുട ഉദാഹരണം എന്ന് പലരും സ്വയം വാഴ്ത്തുന്നു. അന്ന് കോടതി പോലും പറഞ്ഞിട്ടും ഒരു നിയമം പാർലമെന്റ് വഴി കൊണ്ടുവന്ന് അടുത്ത തവണ ജയിച്ചില്ല. അത് ഒരു വരണ്ടു പോയി ചെയ്തതാണ് ശരിക്കും. കോടതി വിധിക്ക് പോലും മാന്യത കൊടുക്കാതെ അന്ന് ഷബാനുവിനോട് ചെയ്ത അനീതി എന്ന് പറയുന്നത് ഈ രാഷ്ട്ര ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ രാജ്യം ഒരുപക്ഷെ സ്ത്രീകളോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയാണ് ഒരു ജനാധിപത്യ സഭ കൂടിയിരുന്ന് വോട്ടിനിട്ട് ഒരു കോടതി വിധിയെ അസ്ഥിരപ്പെടുത്തുന്ന ഒന്നുണ്ടാക്കിയത്. ഇവിടെ മാഡം പറഞ്ഞ ഒരു കാര്യം, എന്താണ് ഒരു നിയമം? നിയമം എന്ന് പറയുന്നത് ഇപ്പോ ആചാരാനുഷ്ഠാനങ്ങളിലെ വൈവിധ്യം, സിവിൽ കോഡില് ആചാരാനുഷ്ഠാനങ്ങളുടെ വൈവിധ്യത്തെ ലംഘിക്കുന്ന യാതൊന്നും തന്നെ ഇല്ല. എങ്ങനെ വിവാഹം കഴിക്കണം, എന്തൊക്കെ ആചാരങ്ങൾ അനുഷ്ഠിക്കണം, എങ്ങനെ മരണാനന്തര ചടങ്ങുകൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ, ഇതിനൊന്നും ആരും എതിര് നിൽക്കുന്നില്ല. എതിര് നിൽക്കുന്ന എന്തിനാണ്? ഒരു സ്ത്രീയെ അരപുരുഷനായിട്ട് കാണുന്ന നിയമം എന്ന് പറയുന്നത് ഒരു ആധുനിക സമൂഹത്തിന് സ്വീകരിക്കാൻ കഴിയുന്നതല്ല. അതാണ് പ്രശ്നം. നിങ്ങൾ എത്ര വൈവിധ്യത്തോടു കൂടി, എത്ര ആചാരപരതയോടുകൂടി ഈ അടിസ്ഥാന നിയമം പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ആചരിക്കാമല്ലോ. എങ്ങനെയാണ് ഒരു സ്ത്രീ അരപുരുഷനാവുന്നത്? അതാണ് പ്രശ്നം. ഇസ്ലാമിലെ കാര്യം തന്നെ എടുത്തു നോക്കുക. ഇസ്ലാമില് സാക്ഷി പറയാനായിട്ട് ഒരു പുരുഷന് പകരം 2 സ്ത്രീ ആവശ്യമാണ്. സാക്ഷി പറയാനായിട്ട് പുരുഷന്മാരുണ്ടെങ്കിൽ സ്ത്രീയെ ആവശ്യമില്ല. ഇനി സ്വത്തവകാശത്തിന്റെ കാര്യത്തിൽ ഒരു മകൾ മാത്രമാണുണ്ടെങ്കിൽ അവൾക്ക് പകുതി സ്വത്തിന് മാത്രമാണ് അവകാശം. 2 മകളുണ്ടെങ്കിൽ 3/2 കിട്ടുള്ളൂ. അതേസമയം ഒരു മകനുണ്ടെങ്കിൽ മുഴുവനും കിട്ടും. ഇനി ആണുങ്ങള് കുടുംബകാര്യം നോക്കാനായിട്ട് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവിടെയും പ്രശ്നമുണ്ട്. മകളുടെ മകന് സ്വത്തവകാശം ഇല്ല, മറ്റ് ഡിസ്റ്റൻസ് അടുത്ത റിലേറ്റീവ്സ് ഒന്നും ഇല്ലെങ്കിൽ മകളുടെ മകന് കിട്ടില്ല. പക്ഷെ മകന്റെ മകന് കിട്ടും. മകന്റെ മകനും മകളുടെ മകനും ആണാണ് എന്ന് ഓർക്കുക. അപ്പോൾ നഗ്നമായ സ്ത്രീ വിരുദ്ധത ഈ നിയമങ്ങളിലുണ്ട്. ഇത് മാറ്റണമെന്നാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇനിയിപ്പോ ഗോവയിലെ കാര്യം പറഞ്ഞു. പോളിയാൻഡ്രി കൂടുതൽ ഹിന്ദുക്കളുടെ ഇടയിലാണ്. ആയിക്കോട്ടെ, മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. പോളിയാൻഡ്രി ഹിന്ദുക്കളുടെ ഇടയിൽ നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമാക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് അടുത്ത കാര്യമാണ്.
നമ്മളൊരു നിയമം കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ബോധവൽക്കരണവും നിയമത്തിന്റെ എക്സിക്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് അടുത്ത കാര്യമാണ്. നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്? നിയമവിരുദ്ധമാക്കുക. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ലീഗിന്റെ പ്രതിനിധി പറഞ്ഞു, ദിലീപ്, കാവ്യ മാധവൻ അല്ലല്ലേ, പ്രിയദർശൻ ആൻഡ് കമലഹാസൻ, ഇവരൊക്കെ വിവാഹമോചനം നടത്തി. ഈ വിവാഹമോചനം നടത്തുന്നതിന് ഇവിടെ ആരും എതിരല്ല. വിവാഹമോചനം നിങ്ങൾ എത്ര വേണമെങ്കിലും നടത്തിക്കോളൂ. നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ബന്ധമാണെങ്കിൽ അപ്പോഴേ പറഞ്ഞ് മ്യൂച്വലായിട്ട് പറഞ്ഞ് പിരിയുക. കൊടുക്കാനുള്ളത് കൊടുക്കുക, വാങ്ങിക്കാനുള്ളത് വാങ്ങിക്കുക. വിവാഹമോചനം എന്ന് പറയുന്നത് ഒരു ആരോഗ്യമുള്ള സമൂഹത്തിന്റെ ലക്ഷണമാണ്. അല്ലാതെ ചില പടങ്ങളൊക്കെ ഉണ്ടല്ലോ, പണ്ട് 50 വർഷം ഒരുമിച്ച് ജീവിച്ചിരുന്ന ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ, അതിന്റെ ഒന്നും ആവശ്യമില്ല. വിവാഹമോചനമല്ല പ്രശ്നം. വിവാഹമോചനം നടത്താനായി അല്ലെങ്കിൽ അത് സാധ്യമാക്കാനായി പുരുഷന് മാത്രമുള്ള പരമമായ അധികാരം. പുരുഷൻ തീരുമാനിക്കും. ഹീസ് കോളിംഗ് ദ ഷോട്ട്സ്. ഇതാണ് പ്രശ്നം. അല്ലാതെ മുത്തലാഖും പ്രശ്നമല്ല. നിങ്ങൾ മുത്തലാഖ് തന്നെ ആവശ്യമില്ലല്ലോ. രണ്ടുപേർക്കും തുല്യ. അപ്പോ സ്ത്രീകൾക്ക് ഇസ്ലാമില് വിവാഹമോചനം നടത്താനുള്ള അധികാരം ഉണ്ടെന്ന് പറഞ്ഞു. എത്ര സ്ത്രീകൾ നടത്തുന്നുണ്ട്? ആ നിയമം പരിശോധിച്ചാൽ വളരെ രസമാണ്. ശരിക്കും കോമഡിയാണ്. ഇപ്പോ പരപുരുഷ ബന്ധം ആരോപിച്ചുകൊണ്ട് ഒരു മുസ്ലിം പുരുഷന് മുസ്ലിം സ്ത്രീയെ തലാഖില്ല. അങ്ങനെ ഒരു കാരണം കാണിക്കേണ്ട കാര്യം പോലും ഇല്ല. അതേസമയം ഒരു മുസ്ലിം സ്ത്രീക്ക് തന്റെ ഭർത്താവ് പരസ്ത്രീ ഗമനം നടത്തുന്നു എന്ന് പറഞ്ഞ് മൊഴി ചൊല്ലാൻ സാധിക്കുമോ? ഭ്രാന്താണെങ്കിൽ സാധിക്കും. ഭ്രാന്താണ് പിന്നെ ഒരു രക്ഷയില്ലല്ലോ. അതിനകത്ത് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. നമ്പർ ഓഫ് തലാഖ്സ് അല്ലെ തിരിച്ചു ചൊല്ലുന്നത് സ്ത്രീകൾ എത്ര ചൊല്ലുന്നുണ്ട്, പുരുഷൻ എത്ര ചൊല്ലുന്നുണ്ട്. SMS തലാഖ്, ലെറ്റർ തലാഖ്, ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന ഒരു സമൂഹത്തിന്, നമ്മൾ പകുതി വരുന്ന ജനസംഖ്യയുടെ പകുതി വരുന്ന ഒരു വിഭാഗത്തെ വളരെ എന്താണ് പറയുക, അമാനവവൽക്കരിക്കുന്ന ഒരു നിയമം. അതിനെതിരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സംസാരിക്കേണ്ടത്. ഗോവയിലെ കാര്യം പറഞ്ഞു. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ ഗോവയിൽ ഒരു നിയമമുണ്ട്. പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 25 വയസ്സ് ആയ ഒരു സ്ത്രീ സന്താനോത്പാദനം നടത്തിയില്ലെങ്കിലും, ഒരു പെൺകുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ 30 വയസ്സിനുള്ളിൽ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഭർത്താവിന് ആ കാരണം കൊണ്ട് വിവാഹമോചനം നേടാൻ അവകാശം ഉണ്ടെന്നാണ് നിയമം. ഇതൊരു മാലിന്യമാണ്. ഇത്തരം മാലിന്യങ്ങൾ ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും എല്ലാ സർവ്വമതങ്ങളിലുമുള്ള മനുഷ്യാവകാശ വിരുദ്ധമായ നിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ട് എല്ലാവർക്കും സ്വീകാര്യമായ, അതേസമയം ആചാരാനുഷ്ഠാനങ്ങളിൽ തൊടുന്നില്ല, വിശ്വാസങ്ങളിൽ തൊടുന്നില്ല, വേറെ ഒന്നും തൊടുന്നില്ല. ഇപ്പം അടിസ്ഥാനമായി സ്ത്രീയും പുരുഷനും തുല്യമായിരിക്കണം അവകാശാധികാരം. നിങ്ങൾ എന്ത് ആചാരത്തിലൂടെ വേണേലും അത് ആചരിച്ചോളൂ. നല്ല കാര്യം ആചരിക്കുന്നതിന് വ്യത്യസ്തമായ ആചാരങ്ങൾ ഒരു പ്രശ്നമല്ല. പക്ഷെ ആ ആചാരങ്ങളിലൂടെ മോശം കാര്യങ്ങൾ, ഇന്നത്തെ ഒരു നാഗരികതയ്ക്ക് സ്വീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ സ്വാഭാവികമായി അത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് പറയേണ്ടി വരും. നാഗാലാൻഡിന്റെ കാര്യം പറഞ്ഞു. നാഗാലാൻഡിലും മിസോറാമിലും ഒക്കെ നമ്മൾ വ്യക്തി നിയമങ്ങൾ ഉണ്ടാക്കിയത് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഹിന്ദു കോഡോ ഹിന്ദു നിയമമോ മുസ്ലിം നിയമമോ ഒന്നും അല്ല. അതിപ്പോ വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചിട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭാര്യ ഇട്ടിട്ട് പോയ ഒരു പ്രധാനമന്ത്രി കൊണ്ടുവന്നു എന്നുള്ളതല്ല അതിന്റെ വിഷയം. ആര് കൊണ്ടുവന്നാലും ശരിയായ കാര്യമെങ്കിൽ നമ്മളത് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോ ഇസ്ലാമിൽ നല്ല നിയമങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ, വ്യക്തി നിയമങ്ങളിൽ നല്ല നിയമങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പോൾ ഇവർ പറയുന്നു തലാഖ് എളുപ്പമാണ്, തലാഖ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ അവിടെ ഈ വിവേചനം പാടില്ല. ഒരാള് തലാഖ് ഞാൻ ചൊല്ലും, നീ പോണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. രണ്ടു കൂട്ടർക്കും മ്യൂച്വൽ എഗ്രിമെന്റ്. ഇപ്പോ ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞ ഈ കുറെ ഹിന്ദു നടന്മാരുടെ കാര്യം പറഞ്ഞത്, ഹിന്ദു ആയിട്ട് ജനിച്ച നടന്മാർ, ഇവരെല്ലാം എങ്ങനെയാണ് രണ്ടാമത് വിവാഹം കഴിച്ചത്? ഇവരെല്ലാം രണ്ടാമത് വിവാഹം കഴിച്ചത് കോടതി വരാന്ത നിരങ്ങിയതിന് ശേഷമാണ്. കമലഹാസൻ ഒഴികെ കുടുംബ കോടതിയുടെ വരാന്ത നിരങ്ങിയതിന് ശേഷം ആണ് കാവ്യ മാധവനും എന്താണ് അതിന്റെ പേര്, ദിലീപ് അല്ലെ, അത് കഴിഞ്ഞ് വേറെ നടന്നേതാ പ്രിയദർശൻ, ലിസി. ഒന്നുകിൽ മ്യൂച്വൽ കൺസെന്റ് എന്ന് പറഞ്ഞാൽ എന്റെ അവകാശങ്ങൾ, ഡിമാൻഡുകൾ നിങ്ങൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥമാണ്. അതാണ് മ്യൂച്വൽ കൺസെന്റ്. അത് നീതിപൂർവമാണ്, അതിനകത്ത് നീതിയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിയമപരമായി കുടുംബ കോടതിയിൽ പോയി മോചനം നേടുക. ഇത് രണ്ടും അല്ല തലാഖ്. വെറുതെ വാക്കുകൾ കൊണ്ട് കളിക്കരുത്. തലാഖ് എന്ന് പറയുന്നത് ഇത് രണ്ടുമല്ല. നിയമപൂർവമായി തുല്യ അവകാശങ്ങൾ, അധികാരങ്ങൾ പങ്കിട്ടുകൊണ്ടുള്ള വിവാഹമോചനത്തെ അത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് നടത്താം. അതിനൊന്നും ആരും എതിരല്ല. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള, ഇനി ഇദ്ദേഹം പറഞ്ഞു അനുവദിക്കപ്പെട്ടതിൽ ഏറ്റവും മോശം. അനുവദിക്കപ്പെട്ട് കഴിഞ്ഞു, പിന്നെ അതിലിപ്പോ മോശമായത് ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും. ദോസ് ഹു വാണ്ട് ടു ഡു ദേ കൻ ഡു. അതൊരു വലിയ വെന്റിലേഷൻ ആണ്, ഒരു എക്സിറ്റ് റൂട്ടാണ്. നിയമം എന്ന് പറയുന്നത് എപ്പോഴും പഴുതടച്ചതായിരിക്കണം.
എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ എത്രയോ പല രീതിയിൽ പോളിയാൻഡ്രി ഉണ്ടായിരുന്നു, പോളിഗാമി ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഇന്ന് ശമനം വന്നത് എങ്ങനെയാണ്? ഹിന്ദുക്കൾക്ക് ഭയങ്കര ബോധം ഉണ്ടായി, ഇതൊക്കെ മോശമാണ്, നമുക്ക് നിർത്തിക്കളയാം എന്ന് പറഞ്ഞ് നിർത്തിയാണോ? സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം നിയമത്തിന്റെ സഹായം വേണം. നിയമം എന്ന് പറയുന്ന ഒരു സോഷ്യൽ റീഫോർമേഷന്റെ ടൂളായിട്ട് പ്രവർത്തിക്കണം. അതാണ് സിവിൽ കോഡിന്റെ ഒരു ആശയ പരിസരം എന്ന് പറയുന്നത്. അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഇനി വിശ്വേട്ടൻ പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. മതം ആചരിക്കുന്ന സ്ത്രീകൾക്കും അവരുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള മാറ്റങ്ങളാണ് ഉചിതം എന്ന് പറഞ്ഞു. ഇതെനിക്ക് തോന്നുന്നൊരു മാധ്യമ പത്രത്തിലാണ് തോന്നുന്നത്. എന്താ അവിടെ രസം? നിങ്ങളൊന്ന് ചിന്തിക്കുക, ആരാണോ ഇര, ആ ഇരയെ പിടിച്ച് മുന്നിൽ നിർത്തുകയാണ്. ഞാൻ 1-2 പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട്, ഈ മുസ്ലിം സ്ത്രീകൾ നടത്തുന്ന പ്രകടനങ്ങളാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ശരിക്കും നിങ്ങൾ സമരം ചെയ്യുന്നത്? അവർ പറഞ്ഞു, വി ആർ ഡയറക്റ്റഡ് ടു ഡു ദാറ്റ്, വി ആർ ആസ്ക്ഡ് ടു ഡു ദാറ്റ്. പക്ഷെ കാര്യം എന്താണ്? പലപ്പോഴും ആരാണോ ഇര, ആ ഇര എന്ന് പറയാം, ഞങ്ങൾക്കിത് മതി, കുഴപ്പമൊന്നുമില്ല. എത്ര വലിയ ആത്മവഞ്ചനയായിരിക്കും. ഒരു മതമെന്ന് പറയുന്ന ആ കുടയുണ്ടല്ലോ, അതൊരു കുടയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കുടയോ ഷാമിയാനയോ അല്ല, അതൊരു ആകാശം പോലെയായി മാറിയിട്ടുണ്ട്. അതിങ്ങനെ മനുഷ്യ ജീവിതങ്ങളെ പരിമിതപ്പെടുത്തിയും ഞെക്കി ഞെരുക്കിയും ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഇര പോലും, ഇത് സമാനമായൊരു കാര്യം ഞാൻ ശബരിമലയുടെ കാര്യത്തിൽ, ഈ റെഡി ടു വെയിറ്റിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, മെൻസ്ട്രൽ സൈക്കിൾ തീരുന്നവരെ ഞങ്ങൾ റെഡിയാണ്, അത് കഴിഞ്ഞ് പോയിക്കോളാം എന്ന് പറയുന്ന, അല്ലെ വിസിൽ കേട്ടാൽ ഓടിപ്പോകാന്നൊക്കെ പറയുന്ന രീതിയിൽ. മറ്റൊന്ന്, ഒരു പക്ഷേ എനിക്ക് തോന്നിയത്, സമൂഹമൊക്കെ മാറി വരട്ടെ, എല്ലാം ശരിയായിട്ട് എന്നിട്ട് ഞങ്ങൾ പോയിക്കോളാം. ഈ രണ്ടും ഒന്ന് ആലോചിച്ച് നോക്കുക. ആരാണ് ഇതിനെതിരെ സംസാരിക്കേണ്ടത്? എന്തായാലും മതത്തിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കില്ല. നിഷ്പക്ഷരെന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നിസ്സഹായമാണ്, ഹെൽപ്ലെസ് കണ്ടീഷനിലാണ് ഇന്ത്യൻ രാഷ്ട്രീയം. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അടിസ്ഥാനപരമായി ജനാധിപത്യം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അക്ഷരാർത്ഥത്തിൽ സമ്പൂർണ്ണ മതാധിപത്യത്തിലേക്ക് പോവുകയാണ്. ഏക മതാധിപത്യം ഇല്ല എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. മതങ്ങൾ പറയുന്നതിനപ്പുറം പോകാൻ കഴിയുള്ള ഇച്ഛാശക്തിയുള്ള നേതാക്കളോ പാർട്ടികളോ ഇന്ന് രാജ്യത്തില്ല. അടിസ്ഥാനപരമായ ഒരു മതാധിപത്യം തന്നെയാണ്. മതത്തിനെ പ്രീണിപ്പെടുത്തിക്കൊണ്ട്, അവരുടെ ഇംഗിതങ്ങൾ അറിഞ്ഞുകൊണ്ട്, അവർക്ക് താലോലിച്ചുകൊണ്ട് കിട്ടുന്നത് വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ രാഷ്ട്രീയം അതപ്പതിച്ചിരിക്കുകയാണ്. അതപ്പതിച്ചിരിക്കുക അവർ ഹെൽപ്ലെസ് ആണ്. എന്താണെന്നാലോചിക്കുക നിങ്ങൾ. എന്തെങ്കിലും കണ്ടു എത്ര തെറ്റു പറഞ്ഞാലും, ഇപ്പോ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്ന ആൾക്കാരുണ്ട്, വലിയ പുരോഗമനവാദികളൊക്കെ പറയുന്നുണ്ട്. അത് മോദി കൊണ്ടുവരുന്നതിനുകൊണ്ട് നമ്മൾ സംശയകരമായി വീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, സംശയകരമായി വീക്ഷിച്ചിട്ട് അല്ല, സംശയകരമായി വീക്ഷിച്ചോണ്ടേയിരിക്കണം. എന്നിട്ട് സംശയകരമായി വീക്ഷിച്ചോണ്ടേ ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ സംശയകരമായി വീക്ഷിച്ചോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ആവുന്നത്ര വീക്ഷിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ഒരു നിയമം കൊണ്ടുവരിക, ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പൊ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുക, അല്ലെങ്കിൽ ഉത്സവം നടത്താൻ തീരുമാനിക്കുക. പിന്നെ എന്തൊക്കെ കാര്യപരിപാടി വേണം? അതിൽ ഹിന്ദുക്കളുടെ നല്ല വശങ്ങൾ എടുക്കണോ, ഹിന്ദുക്കളുടെ മാറ്റണോ, മുസ്ലിങ്ങളുടെ മാറ്റണോ, ക്രിസ്ത്യാനികളുടെ മാറ്റണോ, നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഗോ ഫോർ ഇറ്റ് ഫസ്റ്റ്. അതിനുവേണ്ടി പോവുക. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നു. ഹിന്ദുക്കളുടെ നല്ലതോ എടുക്കാം, മുസ്ലിങ്ങളുടെ നല്ലതുണ്ടോ എടുക്കാം, ക്രിസ്ത്യാനികളുടെ നല്ലതുണ്ടോ എടുക്കാം, മോശമുണ്ടോ, മനുഷ്യനെതിരായിട്ടുള്ളതുണ്ടോ കളയണം. ഇത് മാത്രമാണ് പറയുന്നത്. അപ്പം ഇതേ കണക്കൊരു ചർച്ച. അപ്പോ മോദി കൊണ്ടുവരുന്ന ഒരു പക്ഷേ രാഷ്ട്രീയ നേട്ടത്തിനായിരിക്കും. രാഷ്ട്രീയ നേട്ടത്തിനെങ്കിലും ആരെങ്കിലും കൊണ്ടുവരട്ടെന്ന് കോൺഗ്രസ്സുകാർക്ക് കൊണ്ടുവന്നൂടെ, മാർക്സിസ്റ്റുകാർക്ക് കൊണ്ടുവന്നൂടെ? രാഷ്ട്രീയ നേട്ടമാണെങ്കിലും മനുഷ്യന് നേട്ടമുള്ള ഒരു കാര്യം ഏത് രാഷ്ട്രീയം കൊണ്ടുവന്നാൽ എന്താണ്? അന്നം ആര് തന്നാലും കൈതട്ടരുത്. അന്നമാണ് തരുന്നതെങ്കിൽ, ഗുണമാണ് സംഭവിക്കുന്നതെങ്കിൽ രാഷ്ട്രീയ സംശയിക്കുന്നതിന് കുഴപ്പമില്ല, നിങ്ങൾ സംശയിച്ചോളൂ. എനിക്ക് ഇതിനകത്ത് വ്യക്തമായി പറയാനുള്ള കാര്യം എത്രയാണ്, ഈ കുറെ കാര്യങ്ങളുടെ സമയം അനുവദിക്കുമെങ്കിൽ ഒരു ചർച്ച വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ്. യഥാർത്ഥത്തിൽ വി ഹാവ് ടു പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ ഈ ബാലൻസ് കെ നായർ രീതിയിൽ പോയിട്ട് വലിയ കാര്യമില്ല. നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? യൂണിഫോം സിവിൽ കോഡ് വേണോ വേണ്ടയോ? വേണം. എങ്ങനെ വേണം? നെക്സ്റ്റാണ്, അടുത്തതാണ്. വൈവിധ്യം ഉണ്ട് എന്ന് പറയുന്നു. വൈവിധ്യം ഉണ്ട് എന്ന് പറയുന്ന വൈവിധ്യത്തിനെ നമ്മൾ കളങ്കപ്പെടുത്തുന്നില്ല. നിയമമാണ്. എന്തുകൊണ്ട് ഒരേ കുറ്റം ചെയ്യുന്ന ഒരു മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒരേ ശിക്ഷ വാങ്ങിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഒരേ മുസ്ലിം സ്ത്രീക്കും ഞാനൊരു സിമ്പിളായിട്ട് ഉദാഹരണം പറയാം. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. സിവിൽ കോഡിനെ കുറിച്ച് ഒരു ചർച്ച വന്നു. ഇപ്പോൾ പറഞ്ഞു, ഒരു ശോഭനകുമാരിയും ഒരു ഷഹാന ബീഗവും അടുത്തടുത്തിരിക്കുക. രണ്ടുപേരും ഒറ്റ മക്കളാണ്, ഒരു പെൺകുട്ടിയേ ഉള്ളൂ. ശോഭനകുമാരി മരിക്കുന്നു, അച്ഛൻ ധനാഢ്യനാണ്, മൊത്തം സ്വത്തും കിട്ടുന്നു. ഷഹാനകുമാരിയുടെ അച്ഛൻ മരിക്കുന്നു. സപ്പോസ് ഒരു കേസ്, ഷഹാനകുമാരിക്ക് പകുതിയെ കിട്ടുന്നുള്ളൂ. ബാക്കി ബന്ധുക്കളും അച്ഛനും അമ്മയും തൊട്ട് വഖഫ് ബോർഡ് വരെ ഇങ്ങനെ പോവുകയാണ്. ഈ ഷഹാനകുമാരിക്ക് ഇത് അറിയില്ല.
ഹിന്ദു ഇസ്ലാമിക സിവിൽ കോഡിലെ ന്യൂനതകളെ കുറിച്ച് ഇസ്ലാമിലുള്ളവർക്ക് തന്നെ നല്ല ധാരണയുണ്ട്. ഈ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ ഒരു പെൺമക്കള് അല്ലെങ്കിൽ പെൺമക്കൾ മാത്രമുള്ള പല മുസ്ലിങ്ങളും അവരുടെ സ്വത്ത്, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് പെൺമക്കളിലേക്ക് മാറ്റാനായിട്ട് അവർ പല പല പണികളും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വെറുതെ ആർക്കെങ്കിലും കൊടുക്കുക. ചില ബന്ധുക്കളൊക്കെ വരും, അവർ ചിലപ്പോൾ നിങ്ങളെ പരമ്പരാഗതമായ ശത്രുക്കളായിരിക്കും. ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ എന്നൊരു പര്യായപദം കൂടി ഉണ്ടല്ലോ. അപ്പൊ അവർക്കൊക്കെ നമ്മളുണ്ടാക്കിയ സ്വത്ത് കൊടുക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ജെന്യുവിനായിട്ടുള്ള അവകാശം അവിടെ നിൽക്കുമ്പോൾ പുറത്തുള്ളവർക്ക് കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ അവർക്ക് തന്നെ അറിയാം. അല്ലെ പിന്നെ എന്തിനാണ് ഈ നിയമങ്ങൾ? അവർ അള്ളാഹുവിനെ പറ്റിക്കുകയാണ്. അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു കാര്യം കൂടി, ഇസ്ലാമിലെ നിയമം എന്ന് പറഞ്ഞാൽ 1937 മുള്ളാസ് ലോയും പിന്നെ ഖുറാനിലെ കുറച്ച് ഒരു 40-50% പിന്നെ കുറെ ഹദീസുകളും എല്ലാം കൂടെ വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഖുറാന്റെ പൂർണ്ണമായ പിന്തുണ ആ നിയമത്തിനില്ല. മുത്തലാഖ് നിരോധിച്ച മുസ്ലിം രാജ്യങ്ങൾ തന്നെയുണ്ട്. മുത്തലാഖ് നിരോധിച്ച മുസ്ലിം, എനിക്ക് മുത്തലാഖിനോടോ 4 തലാഖിനോടോ ഒന്നും പ്രശ്നമില്ല. തലാഖ് തന്നെ ഒരു പ്രശ്നമേ അല്ല, മറിച്ച് എല്ലാവർക്കും അവകാശം. അപ്പൊ തലാഖില്ല, തിരിച്ചുമില്ല, തുല്യമായ അവകാശം അത് ആയിരിക്കണം. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇവർ പറഞ്ഞൊരു കാര്യം, ഈ തലാഖുകൾ ചൊല്ലിയതിനു ശേഷം 3 മാസം 4 മാസമൊക്കെ കഴിഞ്ഞ് കൗൺസിലിംഗ് ഒക്കെ നടക്കും. എന്ത് കൗൺസിലിംഗ്? ഈ പുരുഷൻ, തലാഖ് ചൊല്ലിയ പുരുഷന് താൻ എന്തിനാണ് തലാഖ് ചൊല്ലിയതെന്ന് പറയേണ്ടതും ആരെയും ബോധ്യപ്പെടുത്തേണ്ടതുമായ യാതൊരു ബാധ്യതയില്ല. 3 മാസം കഴിഞ്ഞ് അത്രയും കൂടെ ആ പെൺകുട്ടി അല്ലെ ആ സ്ത്രീ നീറും. അവൾ കുറച്ചുകൂടെ അപമാനത്തിന് വിധേയമാകുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുകൊണ്ട് വിവാഹം, സ്വത്തവകാശം, ദത്ത് ഇതേപോലെയുള്ള കാര്യങ്ങളിൽ, പിന്തുടർച്ചാവകാശം ഇതേപോലെയുള്ള കാര്യങ്ങളിൽ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും തുല്യമായിട്ട്, പ്രത്യേകിച്ച് ജെൻഡർ ഡിഫറൻസിയേഷൻ ഇല്ലാതെ, ഭിന്നലിംഗക്കാരായാലും സ്ത്രീകളായാലും പുരുഷന്മാർക്കും ഇവർക്ക് ഒരേ നീതിയും ആനുകൂല്യവും കിട്ടുന്ന നിയമങ്ങൾ ഉണ്ടാകുക. മറിച്ച് നിങ്ങളുടെ വിശ്വാസം, ആചാരം, അനുഷ്ഠാനം, വൈവിധ്യം, കൾച്ചറൽ ഡൈവേഴ്സിറ്റി, നിങ്ങൾ 5 ദിവസം ഉത്സവം നടത്തോ 10 ദിവസം ഉത്സവം നടത്തോ, നോ പ്രോബ്ലം. കൾച്ചറൽ ഡൈവേഴ്സിറ്റി അതിനകത്ത് തന്നെ നോക്കും. കാര്യം എന്തുകൊണ്ട് നിങ്ങൾ ക്രിമിനൽ ലോയ്ക്ക് പോകുന്നു? എന്തുകൊണ്ട് നിങ്ങൾ 90% വരുന്ന സിവിൽ നിയമങ്ങൾ അംഗീകരിക്കും? നിങ്ങളുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിക്ക് ഒന്നും പറ്റില്ലേ? ഒന്നും പറ്റില്ല. പക്ഷേ ഈ നഗ്നമായിട്ടുള്ള നീതി നിഷേധത്തിന് നേരെ കണ്ണടക്കുന്നത് ശരിയല്ല. ഒരു നാഗരിക സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ബാധ്യത തന്നെയാണ് ഇത്തരത്തിലുള്ള ഭരണഘടനയെ പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ വളരെ അത്യാവശ്യമാണ്. അത് ആർക്കും നീതി നിഷേധിക്കുന്നതല്ല, മറിച്ച് നീതി കൊണ്ടുവരുന്നതാണ്. അതിന് ഈ മുട്ടാപ്പോക്ക് തർക്കങ്ങളും ബാലൻസ് കെ നായരുകളും മോഡി കൊണ്ടുവരുന്നു, സംശയത്തോടെ ഇരിക്കുക എന്നൊക്കെയുള്ള ഈ ഇത്തരത്തിലുള്ള എല്ലാ വാദങ്ങൾ വെച്ച് അതിനെ തടസ്സപ്പെടുത്തരുത് എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി പ്രൊഫസർ രവീന്ദ്രൻ. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിനെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വേദിയിലെ സംഭവിച്ച വ്യക്തികളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 2-3 പരിമിതികൾ എനിക്ക് മുമ്പിലുണ്ട്. വ്യക്തിപരമാണ്, മറ്റൊന്നുമല്ല. ഞാൻ ഈ യോഗത്തിൽ നേരത്തെ എത്തേണ്ട ആളാണ്. മറ്റൊരു പെട്ടെന്ന് വന്ന ഒരു കാര്യം, ഒരു നേരത്തെ മരിച്ചുപോയ ഒരു MLA-യുടെ ഭാര്യ പെട്ടെന്ന് അസുഖമായി മെഡിക്കൽ കോളേജിൽ വന്നു എന്നുള്ള വിളിവിവരം കിട്ടിയപ്പോൾ അവർക്കൊരു പരിചരണം ആവശ്യമുണ്ട് എന്ന നിലയ്ക്ക് അവിടെ പോകേണ്ടി വന്നതുകൊണ്ടാണ് വൈകിയത്. ഞാനാണെങ്കിൽ ഞാൻ നേരിട്ട് വിളിച്ചൊരു യോഗം 4:30 മലാപ്പറമ്പ് പോളിടെക്നിക്കിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിലെനിക്ക് എത്തണം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും മറ്റുള്ള എല്ലാത്തിനെക്കുറിച്ചും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ സഹോദരി അവതരിപ്പിച്ച വിഷയത്തിൻ്റെ ക്രക്സ് എന്ത് എന്നെനിക്ക് കേൾക്കാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയെങ്കിലും അപ്പുറത്തോ നിങ്ങൾ ഉദ്ദേശിക്കാത്ത പ്രതലത്തിൽ സംസാരിച്ചു പോകുന്നുണ്ടെങ്കിൽ എന്നോട് മുഷിയരുത് എന്ന് ഞാൻ ആദ്യമേ അഭ്യർത്ഥിക്കും. ഇവിടെ എനിക്കിത്തരം ചർച്ചകളോട് തന്നെ വലിയൊരു ആദരവില്ലാത്ത ഒരു വ്യക്തിയാണ്. ഈ ചർച്ചകൾ അനാവശ്യമായി മനുഷ്യനിൽ വിള്ളലുകൾ ആണ് സൃഷ്ടിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ഭയാശങ്ക. ഒരു കൂട്ടർ ശരീഅത്ത് നടപ്പാക്കണം, ആർട്ടിക്കിൾ 370 വേണം, നിലനിർത്തണ്ട, ഏകീകൃത സിവിൽ കോഡ് നിർബന്ധമാണ്, ഒട്ടും പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ലാത്ത ജനസമൂഹത്തിൻ്റെ മുമ്പിൽ അവർക്ക് ഒരു വിള്ളൽ സൃഷ്ടിക്കുന്നതിന് പ്രാപ്തമാകുമോ എന്ന ഒരു ഭയമാണ്. ഞാനത് ശ്രീ ജനാർദ്ദനുമായി എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാനത് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ
ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രാതിനിധ്യം നഷ്ടപ്പെട്ടുകൂടാ എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഓടിക്കതച്ച് ഇവിടെ എത്തുന്നത്. ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു, വലിയ വളച്ചുകെട്ടലൊന്നുമില്ലാതെ തന്നെ ഒരു ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യൻ പൊതുസമൂഹത്തിന് ഇപ്പോൾ യോജിച്ചതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ശ്രീ നരേന്ദ്രമോദി കൊണ്ടുവന്നു എന്നതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം കൊണ്ടുവന്നതിനും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം കൊണ്ടുവന്നത് എന്ന വിശ്വാസം എന്നെ ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല. ദുരുദ്ദേശപരമാണ് ഈ നീക്കം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നത്. എൻ്റെ രാഷ്ട്രീയം അറിയുമോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ഞാൻ പറയാം, ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പറയേണ്ടി വന്നതിന് ചില കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ്. കാരണം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് പ്രധാനമായ പങ്കുവഹിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കാലഘട്ടവും കഴിഞ്ഞ് 1950 ഇന്ത്യക്ക് ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കി. ജനുവരി 26 അത് ഇന്ത്യ ഒരു പൂർണ്ണ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലും അതിനധീശത്വം വഹിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ ആ ഒരു ഇൻഹെറിറ്റൻസ് എന്നിൽ ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണല്ലോ. ആ ഭരണഘടന രണ്ട് പ്രധാനമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിലൊന്ന് വളരെ പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് ഇതുമായൊന്നും പ്രത്യക്ഷത്തിൽ ബന്ധമില്ല എന്ന് നിങ്ങൾക്കും എനിക്കും തോന്നുന്ന ജനാധിപത്യത്തെക്കുറിച്ചാണ്. ജനാധിപത്യമാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സവിശേഷത. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 21 വയസ്സ് പൂർത്തിയായി വരുന്ന ഓരോ ആൾക്കും, ഇപ്പോൾ 18 അത് വേറെ, ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയത്തെയും രാഷ്ട്രത്തിന്റെ നേതൃത്വത്തെയും നിശ്ചയിക്കാനുള്ള അവകാശാധികാരങ്ങൾ പൗരന് നേരത്തെ ഇവിടെയൊക്കെ പറയുന്നത് പോലെ ജെൻഡർ വ്യത്യാസമില്ലാതെ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഭരണഘടന. പക്ഷെ ആ ജനാധിപത്യത്തെ പലരും നിർവചിച്ചിട്ടുണ്ട്. എന്താണ് ആ നിർവചനം എന്നത് നമ്മൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. ജനാധിപത്യത്തെ ഭൂരിപക്ഷത്തിന്റെ ആധിപത്യം എന്ന് നിർവചിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഇവിടെയുണ്ട്. RSS, BJP തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ ഭൂരിപക്ഷത്തിന്റെ ആധിപത്യമാണ് ജനാധിപത്യം. കേൾവിയിൽ പെട്ടെന്ന് തോന്നുമ്പോൾ അതാണ് ശരി എന്ന് തോന്നാനും ന്യായമുണ്ട്. ഞാനതിലേക്ക് പിന്നെ സൗകര്യമുണ്ടെങ്കിൽ കടക്കാം. ഭൂരിപക്ഷത്തിന്റെ ആധിപത്യത്തെ ജനാധിപത്യമായി നിർവചിക്കുമ്പോൾ ലോകരാജ്യങ്ങളിലൊക്കെ പ്രാമുഖ്യമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പറയുന്നത് ജനാധിപത്യം എന്നത് ഏകീകൃത ആധിപത്യമാണ്, ഏകീകൃത ജനാധിപത്യത്തിന്റെ ആധിപത്യമാണ്. അവർ നിശ്ചയിക്കുന്ന ജനാധിപത്യം, അല്ലെ അവർ നിർവചിക്കുന്ന ജനാധിപത്യം എന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. 2-3 രാഷ്ട്രീയ സംവിധാനങ്ങൾ എടുത്താൽ മതിയല്ലോ നമ്മുടെ മുമ്പിൽ. അല്ലാതെ എല്ലാ ചെറിയ കൊച്ചു പാർട്ടികളുടെയും നിർവചനങ്ങളെ നമ്മൾ എടുത്ത് ആലോചിക്കേണ്ടതില്ല എന്നെനിക്ക് തോന്നുകയാണ്. പക്ഷെ ഞാൻ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനാധിപത്യത്തെ നിർവചിച്ചിട്ടുള്ളത് മറ്റൊരു പ്രതലത്തിലാണ്. ആ നിർവചനം ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതിൽ ഞങ്ങളുടെ ജനാധിപത്യത്തിന്റെ നിർവചനത്തെ ഞങ്ങൾ ആധാരമാക്കുന്നത് ന്യൂനപക്ഷത്തിന്, അത് ജാതിമതം മാത്രമല്ല, ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തോട് വിയോജിക്കാൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെയാണ് ജനാധിപത്യം എന്ന നിർവചനത്തിലൂടെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അപ്പോഴവിടെയാണ് അതിന്റെ യഥാർത്ഥ വ്യത്യാസം. ഭൂരിപക്ഷത്തിന് തീരുമാനമെടുക്കാൻ ജനാധിപത്യത്തിൽ അവകാശമുണ്ട്. ഒപ്പം തന്നെ ആ തീരുമാനത്തിനോട് വിയോജിപ്പുള്ള ആളുകൾക്ക് വിയോജിച്ചുകൊണ്ട് ഭൂരിപക്ഷം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി ഈ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു ജനാധിപത്യത്തെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാണുന്നത്, ആഗ്രഹിക്കുന്നത്, നിർവചിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വ്യത്യസ്തമായ സമീപനമുണ്ടാകുന്നത്. അപ്പോ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാകുമല്ലോ എളുപ്പത്തിൽ. അതുകൊണ്ടാണല്ലോ ഭൂരിപക്ഷം ഞങ്ങൾക്ക് അന്ന് കോൺഗ്രസിന്, ഞങ്ങളെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
ഭരണഘടന എഴുതിയുണ്ടാക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് അതിനകത്തോ അല്ലെങ്കിൽ അതിന് വേണമെന്ന് പറയാതിരുന്നത്? അന്ന് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ പ്ലൂരാലിറ്റിയിൽ അത്തരമൊരു ഏകീകൃത ജീവിതക്രമത്തെ അടിച്ചേൽപ്പിക്കാൻ നമുക്ക് കഴിയില്ല. ഇന്ത്യൻ പ്ലൂരാലിറ്റിയെ കുറിച്ചുള്ള നിർവചനത്തിൽ ഒരാൾക്കും വ്യത്യസ്തമല്ലാത്ത സമൂഹത്തിലുള്ള സൃഷ്ടികളോ ജീവിതമോ അല്ലാതെ നമുക്ക് കഴിയില്ല. ഹിന്ദുക്കൾ എന്തൊക്കെ ആചാരങ്ങളുണ്ട്? വടകര നമ്മുടെ ഈ ജില്ലയിൽ തന്നെയുള്ള ആളാണ്. ആ പ്രദേശത്തെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് പന്തീരങ്കാവിലെ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. കല്യാണത്തിൻ്റെതായാലും മരണത്തിൻ്റെതായാലും മരണസമയത്തെടുക്കുന്നതും കല്യാണ സമയങ്ങളിൽ അനുഷ്ഠിക്കുന്നതുമായ ആചാരാനുഷ്ഠാനങ്ങൾ ഒരു പ്രത്യേക മതജാതി വിഭാഗത്തിൽ പോലും ഭൂപ്രദേശത്തിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കുന്ന ഇന്ത്യയുടെ പ്ലൂരാലിറ്റിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒരുപോലെ ഒരച്ചിലിട്ട് വാർത്ത് ജീവിച്ചുകൊള്ളണമെന്ന് നിർദ്ദേശിക്കുന്നത് ജനാധിപത്യത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കൊല്ലാക്കൊലയാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് അങ്ങനെ തന്നെ ഭരണഘടനയ്ക്കകത്ത് അത്തരമൊരു നിർദ്ദേശം മാർഗനിർദ്ദേശക തത്വത്തിൽ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അത് അടിസ്ഥാനപരമായ ശിലയല്ലാതെ മാറ്റി നിർത്തുവാൻ ഭരണഘടനാ ശില്പികളായ രാഷ്ട്രമീമാംസകന്മാരായ നേതാക്കന്മാർ തയ്യാറായത് എന്ന് പറയേണ്ടതായിട്ടുണ്ടല്ലോ. അവിടെയാണ് ഇത് ഞാൻ ഈ പറഞ്ഞതിന്റെ വ്യത്യാസം. അതുകൊണ്ടാണ് എനിക്ക് പറയുന്നത് ഏകീകൃത സിവിൽ കോഡായാലും അതുപോലെ ഇപ്പോൾ ചില താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് എന്റെ പ്രിയ സ്നേഹിതൻ അൻവർ ഇവിടെ പറഞ്ഞതുപോലെ എന്തിനാ ഇപ്പോഴിങ്ങനെ ഒരു പുതിയ ചിന്ത ഉണ്ടാകുന്നത്, പുതിയൊരു ധാരണ ഉണ്ടാകുന്നത്? അതിൽ രാഷ്ട്രീയം കാണാൻ ഉൽപ്പതിഷ്ണുക്കളായ ഭാരതത്തിലെ ജനങ്ങൾ തയ്യാറായി പോയാൽ അവരെ എന്തിനാ കുറ്റം പറയുന്നത്? നിങ്ങൾക്ക് തോന്നുന്നു ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും അതുപോലെ തന്നെ പഞ്ചാബും ഗോവയും തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തിനെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി തീർക്കുന്നതിനു വേണ്ടി അവർക്ക് രുചികരമെന്ന് തോന്നുന്ന ഒരു മുദ്രാവാക്യം തൊടുത്തുവിട്ടാൽ അത് പ്രായോഗികമാകും എന്ന് ചിന്തിക്കുന്നു എന്ന് ആരെങ്കിലും തോന്നിയാൽ അവരെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട. അതിനോട് പക്ഷം ചേരാൻ നമുക്ക് കഴിയില്ലെങ്കിലും അവരെ നമ്മൾ കുറ്റപ്പെടുത്താതെങ്കിലും ഇരിക്കണം എന്നാണ് ജനാധിപത്യത്തിന്റെ പേരിൽ എനിക്കിവിടെ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജനാധിപത്യത്തിന്റെയും ഖുറാന്റെയും അതല്ലെങ്കിൽ ശരീഅത്തിന്റെയും ഒന്നും പവിത്രതയെക്കുറിച്ചോ അതിന്റെ അമൂല്യതയെക്കുറിച്ചോ ഒന്നും സംസാരിക്കാൻ ഞാനിപ്പോൾ ഇവിടെ ഈ സമയം തയ്യാറാകുന്നില്ല. ഈ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് കുറ്റങ്ങൾ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ഒന്നിനെ ന്യായീകരിക്കുമ്പോൾ മറ്റൊന്നിന്റെ കുറ്റങ്ങളെയാണ് അറിയാതെ നമ്മൾ ഫലിപ്പിക്കുക. അത് സമൂഹത്തെ വിഭജിക്കുന്നതിന് തുല്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഒന്നിനെയും ന്യായീകരിക്കാനും മറ്റൊന്നിനെയും ഇകഴ്ത്താനും തയ്യാറാകാത്തത്. ഇവിടെ ഇന്നലെ വരെ നമ്മൾ അനുഭവിച്ചു വന്ന ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഓരോ സമൂഹത്തിനും അവരവരുടേതായ ജീവിതക്രമത്തെക്കുറിച്ച് അഭിപ്രായ സമന്വയത്തിന്, രൂപീകരണത്തിന് അവകാശാധികാരങ്ങൾ കൊടുക്കുന്ന ഒരു പ്ലൂരാലിറ്റിയാണ് ഇന്ത്യൻ സൊസൈറ്റി നമുക്ക് രാജ്യത്തെ ജനങ്ങൾക്ക് അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളത്. അത്തരം ആവശ്യം ഉയർന്നു വരട്ടെ, ആ വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരട്ടെ, ആ പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നു വരട്ടെ, അവരിൽ നിന്നുണ്ടാകട്ടെ ആ ശബ്ദം. അപ്പോൾ കാതോർക്കാം അപ്പോൾ നമുക്ക് നമ്മുടേതായ ശബ്ദവും ഉയർത്താം. അല്ലാതെ അത്തരം ഏതൊരു സമൂഹത്തിലാണോ മാറ്റം വരുത്തേണ്ടത് എന്ന് നിങ്ങൾക്കും എനിക്കും തോന്നുമ്പോൾ ആ സമൂഹത്തിന്, ആ വിഭാഗത്തിന് അതിനുള്ള അവകാശാധികാരങ്ങൾ കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് ആ ആശയാഭിലാഷങ്ങൾ തുറന്നു വന്നുകൊണ്ട് ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ മാറ്റത്തെക്കുറിച്ചാണ് എനിക്ക് ഈ കാര്യത്തിൽ പ്രതിപാദിക്കാനുള്ളത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ദീർഘമായി സംസാരിക്കാനുള്ള അനുവാദവുമില്ല, അവസരവുമില്ല, സമയവുമില്ല, എനിക്ക് അസൗകര്യവുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ എന്നോട് വിയോജിക്കുന്നവരെയും യോജിക്കുന്നവരെയും എല്ലാം ഞാൻ സ്നേഹപുരസ്സരം അവരെ പ്രകീർത്തിച്ചുകൊണ്ട് എന്നെ പോകാൻ കൂടി അനുവദിക്കണമെന്നൊരു അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ നിരത്തിക്കൊണ്ട് എന്റെ വാക്ക് ഞാൻ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.